देखते हैं क्या हवा बेच के पैसा कमा सकते हैं। सबसे पहले आ गया धर्मशाला हिमाचल, और हिमाचल में एकदम क्लीन जगह पे गया जहाँ पे एकदम शुद्ध हवा हो, और प्रेशर की मदद से बोतलों के अंदर हवा भरना स्टार्ट कर दिया और सारे बोतल भर लिया और उनको पैक की स्टिकर भी लगा दी और ले आया बेचने के लिए। दिल्ली के अंदर पोल्यूशन बहुत ज्यादा है, तो अगर यहाँ फील करा रहे लोग, फील के पैसे हैं 50 रुपीज। ഇന്ത്യയിൽ ഇനി സക്സസ്ഫുൾ ആകാൻ പോകുന്ന ഏറ്റവും മികച്ച ബിസിനസ് ഐഡിയയാണ് ഈ ചെറുപ്പക്കാരൻ നടപ്പാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? ഡൽഹി എന്നുള്ള ഉത്തരം പറയാൻ വരട്ടെ. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിനോട് ചേർന്ന് കിടക്കുന്ന ലോണി എന്നുള്ള ഒരു ചെറിയ നഗരം ഡൽഹിയുടെ 1ാം സ്ഥാനം അടിച്ചെടുത്തിരിക്കുകയാണ്. സ്വിസ് സംഘടനയായ IQ-Air ആണ് 2025 ഏറ്റവും മലിനമായ നഗരത്തിനുള്ള 1ാം സ്ഥാനം ലോണിക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ശുദ്ധവായു എന്നത് ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ് അല്ല, മറിച്ച് ഒരു പ്രിവിലേജ് മാത്രമായി മാറുന്ന ഭയാനകമായ സാഹചര്യത്തിലൂടെയാണ് കോടിക്കണക്കിന് ഇന്ത്യക്കാർ കടന്നു പോകുന്നത്. ലോകത്തിലെ 20 മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസ് എടുത്താൽ അതിൽ 14 എണ്ണവും ഇന്ത്യയിലാണെന്ന് ഗ്ലോബൽ എയർ ക്വാളിറ്റി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. വർഷത്തിൽ 10 ലക്ഷത്തിന് മുകളിൽ മരണങ്ങൾ ഇന്ത്യയിൽ എയർ പൊല്യൂഷൻ മൂലമുണ്ടാകുന്നു എന്നുള്ള ഹെൽത്ത് റിസർച്ച് എസ്റ്റിമേറ്റ്സും നമ്മുടെ മുമ്പിലുണ്ട്. WHO കണക്കുകൾ പ്രകാരം 90% ഇന്ത്യൻസും ശ്വസിക്കുന്നത് ശുദ്ധമല്ലാത്ത വായുവുമാണ്. 2025 ലോണിയിലെ വാർഷിക ശരാശരി PM 2.5 സാന്ദ്രത ക്യൂബിക് മീറ്ററിന് 112.5 മൈക്രോഗ്രാമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് WHO നിശ്ചയിച്ച സുരക്ഷിത പരിധിയിനേക്കാളും 22 മടങ്ങ് അധികമാണ്. 2024 അപേക്ഷിച്ച് മലിനീകരണ തോതിൽ 23% വർധനവാണ് ലോണിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചെറുനഗരം വ്യവസായ യൂണിറ്റുകൾ, ഇഷ്ടിക ചൂളകൾ, അമിതമായ വാഹന ഗതാഗതം എന്നിവയാൽ ചുറ്റപ്പെട്ടതാണ്. ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ ശൈത്യകാലത്ത് വായു കെട്ടിക്കിടക്കുന്നതും മലിനീകരണം താഴെ തട്ടിൽ തന്നെ നിലനിൽക്കുന്നതും ലോണിയെ ഒരു ഗ്യാസ് ചേംബറാക്കി തന്നെ മാറ്റുന്നുണ്ട്. മേഘാലയ ആസാം ബോർഡറായ ബെർണിഹാട്ട് 3ാം സ്ഥാനത്തെത്തിയത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും മലിനീകരണം വ്യാപിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. തുടർച്ചയായ 8ാം വർഷവും ഡൽഹി ഈ ലിസ്റ്റിലുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. 2025 നവംബറിൽ PM 2.5 സാന്ദ്രത ഡൽഹിയിൽ രേഖപ്പെടുത്തിയത് 460 ആണ്. ഇത് വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. NCAP നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം 2025-26 ഇന്ത്യയിലെ മലിനീകരണം 40% കുറയ്ക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എങ്കിലും അതിലെ പ്രവർത്തനത്തിലെ ഗുരുതരമായ വീഴ്ചകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വായു മലിനീകരണം വെറും ഒരു പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല, ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. ആഗോള കാലാവസ്ഥാ വ്യതിയാനവും എയർ ക്വാളിറ്റി ഇഷ്യൂസും അന്തരീക്ഷ താപനിലയുടെ വെറും വ്യത്യാസങ്ങൾ മാത്രമായി കാണുന്ന നേതാക്കൾ ഉള്ളതിനാൽ അടുത്ത തലമുറയ്ക്ക് ശുദ്ധമായ ഒരു ശ്വാസമെങ്കിലും ബാക്കി വയ്ക്കാൻ നമുക്ക് സാധിക്കുമോ എന്നത് വലിയൊരു ചോദ്യമാണ്.